കയ്യിൽ ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈസ് മീ അൻവർ ഷാ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പരാതിക്കാരിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ചാറ്റിന്റെ വിശദാംശങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുന്നു. പണം വാങ്ങിയതിന്റെ തെളിവുകൾ ഈ ചാറ്റിലുണ്ട്. ഫ്ളാറ്റ് വേണമെന്ന് രാഹുൽ യുവതിയോട് ആവശ്യപ്പെടുന്നുമുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള ശക്തമായ തെളിവുകളാണ് ഇത്തവണ രാഹുലിനെ ഇങ്ങനൊരു ജയിലിലാകുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചത്. അതിൽ ഈ ചാറ്റുകൾക്ക് നിർണായക പങ്കുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? പാലക്കാട് ബിൽടെക് സമ്മിറ്റിൽ 1.5 കോടി രൂപ വിലയുള്ള ഫ്ളാറ്റ് വാങ്ങാനായി തന്നോട് പണം ആവശ്യപ്പെട്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവതിയുടെ പരാതിയിൽ കൃത്യമായി എടുത്തു പറയുന്നുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ചാറ്റിന്റെ വിശദാംശങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന് ഈ വിവരങ്ങൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതിയിലെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ അത് ശരിവെക്കുന്ന തെളിവുകൾ കൂടി അന്വേഷണ സംഘം ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇതിൽ പ്രധാനമായി അതായത് ഇവർ തമ്മിൽ എത്രത്തോളം സൗഹൃദത്തിലായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വിവരങ്ങൾ. അതായത് യുവതി രാഹുൽ തന്നെ വിവാഹം കഴിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. അങ്ങനെയാണ് 2 BHK ഫ്ലാറ്റ് വേണോ അതോ 3 BHK വേണോ എന്ന് ഒക്കെ പരസ്പരം ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2 BHK വാങ്ങിയാൽ മതിയില്ലേ എന്ന യുവതി ചോദിക്കുന്ന ചോദ്യത്തിന് 3 BHK വാങ്ങാമെന്ന് രാഹുൽ മറുപടി നൽകുന്നതായാണ് ഈ ചാറ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ഇത് ഓൺലൈനായാണ് ഇതിലെ വിവരങ്ങൾ, അതായത് ഇങ്ങനെ ബിൽടെക് സമ്മിറ്റിൽ ഫ്ലാറ്റ് വാങ്ങാനുണ്ട് എന്ന വിവരം അറിയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭാഷണത്തിൻ്റെ തുടക്കഭാഗം. അങ്ങനെ എത്രയും പെട്ടെന്ന് ഇത് സോൾഡ് ഔട്ട് ആകും, അതുകൊണ്ട് വൈകാതെ തന്നെ ഇത് മേടിക്കണം എന്ന് രാഹുൽ യുവതിയോട് പറയുന്നത് ഈ ചാറ്റിൽ വളരെ വ്യക്തമാണ്. അതിനുശേഷം അതായത് എത്രമാത്രം പ്ലാനിങ്ങോടെയാണ് ഈ പണം യുവതിയിൽ നിന്ന് രാഹുൽ കൈപ്പറ്റിയിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ചാറ്റിലെ വിശദാംശങ്ങൾ. അങ്ങനെ വാങ്ങുമ്പോൾ 3 BHK വേണം, അതിൽ നല്ല സ്പേസ് ഉണ്ട് എന്ന രാഹുൽ നൽകുന്ന മറുപടിയും ഈ ചാറ്റിൽ വളരെ വ്യക്തമായി ഉണ്ട്. ഇതോടൊപ്പം ചില വോയിസ് ചാറ്റുകൾ കൂടിയുണ്ട്. അത് അന്വേഷണ സംഘത്തിന് യുവതി കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് SITയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. മതിയായ പോലീസ് സംവിധാനം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ ഇപ്പോൾ? കശ്മീർ വലിയ പ്രതിഷേധം. രാഹുലിനെ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ മാറ്റിക്കൊണ്ട് രാഹുലിനെ പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമമാണ് നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം പ്രവർത്തകർ ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ തയ്യാറാകുന്നില്ല. അവർ കരിങ്കൊടി അടക്കം കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഈ ആശുപത്രിയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുലിനെ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ആകുന്നു. ആ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റാത്ത സാഹചര്യം, പ്രവർത്തകരെ തടയാൻ പറ്റാത്ത സാഹചര്യം, അത്രയേറെ വലിയ പ്രതിഷേധം. ഒരുപക്ഷെ സമീപകാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇത്രയും വലിയൊരു പ്രതിഷേധം കണ്ടിട്ടുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അംഗങ്ങളായി പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഈ രണ്ട് വിഭാഗങ്ങളും BJP യുവമോർച്ചയും DYFIയും രണ്ടുപേരും ഒരുമിച്ച് ഇരച്ചെത്തി ഈ വാഹനം തടഞ്ഞ് രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധം, വലിയ മുദ്രാവാക്യങ്ങൾ, രാഹുലിനെതിരെ അത്രയും ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടാകുന്നു. രാഹുലിനെ പുറത്തേക്ക് ഇറക്കുകയാണ്. ഇപ്പോൾ അവിടെ ഒരു നേരത്തെ പറഞ്ഞതിൽ പോലീസ് ഒരു കോറിഡോർ പോലെ നിന്ന് രാഹുലിനെ പുറത്തേക്ക് ഇറക്കുകയാണ്. പോലീസ് അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചുറ്റും നിന്നുകൊണ്ട് വലിയ പ്രതിഷേധം. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവമോർച്ച DYFI പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം. വലിയ പ്രതിഷേധങ്ങൾക്കിടയിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആശുപത്രിക്കകത്തേക്ക് പോലീസ് കയറ്റുന്നത്. ഉറപ്പായും മതിയായ പോലീസ് സന്നാഹം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഉറപ്പായും പറയാം. കാര്യം 100-100ലധികം യുവമോർച്ച DYFI പ്രവർത്തകർ ആശുപത്രി പരിസരത്ത് തമ്പടിച്ചിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ
രാഹുൽ മാങ്കൂട്ടത്തിനെ കഷ്ടപ്പെട്ട് കാറിൽ നിന്നിറക്കി അങ്ങനെ വലിയ ഉന്തും തള്ളിനിടയിലൂടെ ആശുപത്രിക്കകത്തേക്ക് പോലീസ് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നമുക്ക് വേറൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.